ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അളിയനാണ് അളിയൻ. അളിയനെ പോലെ ഒരു ഡീസന്റ് ആയ അളിയനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അളിയൻ വെറുതെ അളിയനല്ല അളിയ, അളിയനാണ് യഥാർത്ഥ അളിയൻ. ഓ അളിയ, നല്ലൊരു ഓണക്കാലമായിട്ട് എനിക്ക് അളിയനോട് കുറച്ച് സത്യങ്ങൾ തുറന്നു പറയണം. നീ പറഞ്ഞോടാ, എന്ത് വേണേലും പറഞ്ഞോ, എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. നീ എന്റെ ഒരേ അളിയനല്ലേ? നീ പുന്നാര അളിയല്ലേടാ? നീ പറ. എന്റെ മനസ്സിന്റെ മച്ചകത്ത് നിന്റെ രഹസ്യങ്ങൾ മുഴുവൻ എന്ന് രഹസ്യങ്ങളായിരിക്കും. അതെനിക്കറിയാളേ, അതൊരിക്കലും പുറത്തു പോവില്ലടാ. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഓക്കെ, ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. പറയടാ. അളിയനറിയാമോ അളിയ, ഞാനും പൂജ്യം നമ്മളുടെ ബന്ധം എന്താണ്? ബന്ധം നിങ്ങൾ ആരും കരുതുന്ന പോലൊരു ബന്ധമല്ല അളിയ അത്. അല്ലേ? പിന്നെ അല്ലെന്ന് ശരിക്കും സത്യസന്ധമായി ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് സർവ്വതും പറഞ്ഞ് സത്യം പറഞ്ഞ പറയടാ. പറയാം. പറയടാ, നീ എല്ലാം പറ. ഈ ഓണം ഞാൻ ദീപാവലിയാക്കി മാറ്റിത്തരാം. സഹിക്കാൻ പറ്റുന്നില്ല അളിയ. എന്റെ ഹൃദയത്തിന്റെ വിങ്ങലുകൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ പുരുഷന്മാരുടെയും വിങ്ങലുകളാണ് അളിയ. അത് ഉൾക്കൊള്ളാൻ ഈ ഭൂമി ദേവിക്ക് പോലും കരുത്തുണ്ടാവൂല. ഓ, കഥാപ്രസംഗം നിർത്തി കാര്യം പറയടാ. ഞാൻ പറയട്ടെ അളിയ? എടാ, ഒന്ന് പറഞ്ഞു തോലക്കടാ. ഞാൻ പറയട്ടെ? നോ. അളിയന് കഥ കേൾക്കണ ഇഷ്ടമല്ലേ? കഥ കേൾക്കുന്നതൊക്കെ ഇഷ്ടമാ, പിന്നെന്താ? പക്ഷെ നീ ഗുരുദോഷം കാണിക്കരുത്. ഗുരുദോഷം? പിന്നെ അല്ലാതെ അനേകായിരം കഥകളായിട്ട് ഞാനെടുത്ത് ഇവിടെ ഇരിക്കുമ്പോ നീ ആദ്യം കയറി കഥ പറയുന്ന ഗുരുദോഷമല്ലേടാ? എടാ അല്ലേ? എടാ, ഒന്നുമില്ലെങ്കിൽ നിന്നെക്കാൾ ഒരു 8-10 ഓണം കൂടുതലുണ്ടല്ലോ ഞാൻ. പിന്നെ അളിയൻ പറ. എടാ, നിനക്കറിയോ ഞാനും നിന്റെ പെങ്ങളും തമ്മിൽ പ്രണയിച്ച കഥ? ഇല്ലല്ലേ? നീ മഹാഭാരതം കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പോടെ രാമായണം കേട്ടിട്ടുണ്ടോ? നിനക്കേ എടാ, നിനക്ക് ഈ രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് അറിയാമോ? അയ്യേ, എന്തിനടാ നീയൊക്കെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്? എടാ, രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. എടാ, ആ ശ്ലോകങ്ങളെക്കാൾ കൂടുതലുണ്ട് ഞാൻ നിന്റെ പെങ്ങളുമായുള്ള പ്രണയത്തിന്റെ അധ്യായങ്ങൾ. പറഞ്ഞാലും തീരത്തില്ല. എടാ, എനിക്ക് ആ കഥ മുഴുവനെ ഇന്ന് നിന്നോട് പറയണം, നീ കേക്കണം. എടാ, ഈ അളിയനൊരു പെക്കൊഴിക്കടാ. ഒരു പെക്ക് ഞാൻ ഒഴിച്ചു, എന്റെ അളിയന് ഞാൻ ഒഴിക്കും. എടാ, ഇത്രയും കാലം ഞാൻ അനുഭവിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ചോര പൊടിയുന്ന അധ്യായങ്ങള് എനിക്ക് നിന്റെ മുമ്പിൽ തുറന്നു വെക്കണം. വെക്കും ഞാൻ. ആളിയൻ തുറന്നു വെക്കളയാ. ആളിയന്റെ എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇപ്പൊ ഈ നിമിഷം ഈ കുഞ്ഞളിയും പരിഹാരം ഉണ്ടാക്കി തരും. ആളെ ധൈര്യമായിട്ടിരിക്കളിയാ. ആളിയെ ധൈര്യമായിട്ട് തുറന്ന് വെക്ക്. എന്നോടാണ് കളി? പറയുന്നൊന്നും ആരും അറിയാൻ പാടില്ല കേട്ടാ. അറിഞ്ഞാ പിന്നെ എന്റെ കാര്യം പോകാം. അറിയാലോ അവളുടെ കാര്യം. അതറിയാം. അല്ലെങ്കിൽ തന്നെ അവളോട് ജീവിക്കുന്ന എനിക്ക് സഹനത്തിനുള്ള അവാർഡ് തരണം. ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് ചേച്ചിയുടെ കൊല്ലു. പൂജ, എന്റെ പൂച്ചക്കുട്ടി. കേട്ടാ, എന്ന് തുടങ്ങി ഇത്തരം ദുശീലങ്ങളൊക്കെ? ഓണമല്ലേ മോളെ, അളിയെ നിർബന്ധിച്ചപ്പോ ചെറുത്. അളിയെ നിർബന്ധിച്ച താൻ എന്തും ചെയ്യൂ? അങ്ങനെ എന്തും ചെയ്യില്ല. ആർക്കും ചേതയില്ലാത്ത ഇതുപോലുള്ള കൊച്ചു കൊച്ചു തെറ്റുകള്. ഇതൊക്കെ കൊച്ചു കൊച്ചു തെറ്റുകളാണ് തന്നോട് ആര് പറഞ്ഞു? എടോ, ഇതൊക്കെ വലിച്ചു കയറ്റിയ ഒടുക്കം ചങ്കും കരളും കൂമ്പും ഒന്നും ഉണ്ടാവില്ല. ലിവർ സിറോസിസ് പിടിച്ച് ഏതെങ്കിലും ആശുപത്രിയുടെ മൂലയിൽ കിടന്ന് ഏങ്ങി വലിച്ചു ചാവും. അപ്പൊ ഈ കുടിപ്പിക്കുന്നവരൊന്നും കൂടെ ഉണ്ടാവില്ല. നമ്മുടെ വേദന സഹിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ പൂജ. അതെ, ഇങ്ങനെ എല്ലാരും ആദ്യമായിട്ട് തുടങ്ങുന്നത്. ആണോ? പിന്നെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും.
ഇനി മേലിൽ താൻ കുടിക്കുന്ന ഞാൻ കണ്ട അന്ന് തീരും നമ്മൾ തമ്മിലുള്ള ബന്ധം. അയ്യോ വാ പോ എങ്ങോട്ടാ? നരകത്തിലേക്ക്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? താൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. വാ. മാങ്ങ ഇല്ലേ മാവ്? നടക്കാം. അല്ല ബാക്കി കുമ്പി അവിടെ